നഴ്സിംഗ് ഡയറക്ടറിൽ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. PNC MAC അഥവാ പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് PNC MAC. ഏകദേശം 49 കോളേജുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ 49 കോളേജുകളിലേക്കും അഡ്മിഷന് വേണ്ടി ശ്രമിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. 1200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. ജൂലൈ മാസം 15-ാം തീയതി വരെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 49 കോളേജുകളാണ് ഈ ലിസ്റ്റിൽ പെടുന്നതെങ്കിലും ഒരു സമയത്ത് നമുക്ക് 10 കോളേജുകളാണ് ഓപ്ഷൻസ് ആയിട്ട് വെക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ 10 കോളേജുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാനേജ്മെന്റ് അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഫീസാണ് ഇവിടെ നൽകേണ്ടതായിട്ട് വരിക. ഏകദേശം 81,000 രൂപയാണ് ട്യൂഷൻ ഫീസ് ഇനത്തിൽ നമ്മൾ നൽകേണ്ടത്. ഏകദേശം 21,000 രൂപ സ്പെഷ്യൽ ഫീസായിട്ടും നൽകേണ്ടതായിട്ടുണ്ട്. പ്രോസ്പെക്ടസിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ NRI സീറ്റുകൾ മിക്കവാറും വരുന്ന കോളേജുകളിലേക്കൊക്കെ NRI സീറ്റുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ NRI സീറ്റിലേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിലും PNC MACലെ ആപ്ലിക്കേഷൻസ് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു 92-94% താഴെ മാർക്കുള്ള കുട്ടികളെല്ലാം നിർബന്ധമായിട്ടും PNC MAC അസോസിയേഷനും കൂടെ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഓരോ കോളേജുകളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഗ്രേഡിലുള്ള കോളേജുകളും ഉണ്ട്, എന്നാൽ ഏറ്റവും ലോ ഗ്രേഡിലുള്ള ഏറ്റവും താഴെ തട്ടിലുള്ള കോളേജുകളും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു അസോസിയേഷന്റെ കീഴിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് കോളേജ് ഓപ്ഷൻസ് വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്ക് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവറേജ് ആയിട്ടുള്ള കോളേജുകളിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുക. ഇപ്പോൾ ജൂൺ മാസം 15-ാം തീയതി വരെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് നിങ്ങളുടെ കോളേജ് പ്രിഫറൻസസും കൂടെ കണക്ട് ചെയ്ത് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് അലോട്ട്മെന്റുകൾ കിട്ടുക. PNC MACന്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹയർ ഓപ്ഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവുകയില്ല. അഥവാ ഒരു അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ പ്രൊസീഡിങ്സ് ആയിട്ട് 10,000 രൂപ അഡ്മിഷൻ ഫീസ് എന്ന നിലയിൽ നമ്മൾ PNC MAC അസോസിയേഷൻ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ആ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള മാനേജ്മെന്റ് അസോസിയേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ CBSE ICSE സ്റ്റുഡൻസിന് ബോണസ് മാർക്കുകൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ മുതൽ 5% ബോണസ് മാർക്കുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷവും അങ്ങനെ 5% ബോണസ് മാർക്കുകൾ നൽകുന്നുണ്ട്. അപ്പോൾ 5% ബോണസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 90% ഇൻഡെക്സ് മാർക്കിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ 4.5% ബോണസ് മാർക്കും കൂടെ കൂട്ടി 94.5% ഇൻഡെക്സ് മാർക്കുകളാണ് റാങ്കിങ്ങിന് വേണ്ടി പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ CBSE ICSE സ്റ്റുഡൻസ് നല്ല രീതിയിൽ സ്കോർ ചെയ്തേക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ പോസിബിലിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ 87-88% PCB ഇംഗ്ലീഷിന് സ്കോർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജിൽ സ്കോർ ചെയ്തേക്കുന്ന കുട്ടികൾക്ക് ഏകദേശം ഒരു 4% കൂടെ കൂട്ടി ഏകദേശം 91-92% അവർക്ക് അവരുടെ റാങ്കുകൾ ഉയർത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടെ പരിഗണിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കേരള ഗൈഡൻസിന്റെ ഭാഗമായിട്ട് PNC MACന്റെ ഓരോ കോളേജുകളെ കുറിച്ചും അതിൻ്റെ അനുസരിച്ചുള്ള റേറ്റിംഗ്, റാങ്കിങ് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് റീ അറേഞ്ച്മെന്റുകൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഇപ്പോഴുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഏതാനും ചില കോളേജുകൾ ഈ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷനിലുള്ള ഏതാനും ചില കോളേജുകൾ മൈനോറിറ്റി സ്റ്റാറ്റസിലുള്ളവയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം മൈനോറിറ്റി സ്റ്റാറ്റസിലുള്ള കോളേജുകളാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന കുട്ടികൾക്കായിരിക്കും അവിടെ കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുക. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ കുട്ടികളും മുസ്ലിം കുട്ടികൾക്കും മൈനോറിറ്റി സർട്ടിഫിക്കറ്റും കൂടെ ഹാജരാക്കി മൈനോറിറ്റി സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ മൈനോറിറ്റി കോളേജുകളിലേക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മൈനോറിറ്റി കോളേജുകൾ ഒഴിച്ച് ബാക്കിയുള്ള കോളേജുകളെല്ലാം തന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസിനെയും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ചില അസോസിയേഷനുകൾ, ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിനാണ് കൂടുതൽ പരിഗണന ലഭിക്കുക. പക്ഷെ PNC MACലെ മറ്റുള്ള കോളേജുകൾ നോക്കിക്കഴിഞ്ഞാൽ
എല്ലാവരെയും ഒരുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അഡ്മിഷൻസ് അല്ലെങ്കിൽ അലോട്ട്മെന്റുകൾ നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ ഇത്രയും കോളേജുകളും ഇത്രയും സീറ്റുകളും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്യേണ്ട വൺ ഓഫ് ദ അസോസിയേഷൻ ആണ് PNC MAC. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വരുന്ന ദിവസങ്ങളിൽ കാണാം. നന്ദി.